TP കേസിലെ CPM ഉന്നതരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാനാണ് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയതെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഉന്നത CPM നേതാക്കളുടെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്ന് കോൺഗ്രസ് തന്നെ ആരോപിച്ചിട്ടും അതിലേക്ക് അന്വേഷണം നീങ്ങിയില്ല. കോടതികൾ ഇടപെട്ടതോടെയാണ് പ്രാദേശിക നേതാക്കളെയെങ്കിലും പ്രതിസ്ഥാനത്തേക്ക് എത്തിയത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ CPM സമരം ഒത്തുതീർപ്പാക്കിയെന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയിരുന്നു. ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് ആവർത്തിക്കുന്നതിനിടെയായിരുന്നു അണികളെ ഞെട്ടിച്ചുകൊണ്ടുള്ള പിന്മാറ്റം. ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് CPM ഔദ്യോഗിക പക്ഷം മുൻകൈയെടുത്തപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൽ നേരിട്ട് പങ്കാളിയായി. എത്ര നാൾ വേണമെങ്കിലും സമരം കൊണ്ടുപോകാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളപ്പോൾ എന്തിനായിരുന്നു പിന്മാറ്റമെന്ന ചോദ്യം അന്നു മുതലേ ഉയർന്നതാണ്. ഉമ്മൻചാണ്ടിയെ മുൾമുനയിൽ നിർത്തിയ പ്രതിപക്ഷ നേതാവായിരുന്ന VS പോലും പിന്മാറ്റം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒത്തുതീർപ്പിന് പിന്നിലെ ധാരണയെന്ന ചോദ്യം കോൺഗ്രസിനെയും CPM-നെയും ഒരുപോലെ വേട്ടയാടുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിക്കാനായിരുന്നു ഈ ധാരണയെന്ന ആക്ഷേപങ്ങൾക്ക് ഇത് ശക്തി പകരുന്നുണ്ട്. 2012 മെയ് 4-നാണ് TP ചന്ദ്രശേഖരനെ CPM ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. CPM ഔദ്യോഗിക പക്ഷം തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പറയാതെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. തൊട്ടുപിന്നാലെ പോലീസ് അന്വേഷണം ശക്തമാക്കി. പ്രതികളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. കൊടിസുനിയും കിർമാണി മനോജും ഉൾപ്പെടെയുള്ള CPM പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഗുണ്ടകളുടെ പേരുകൾ കേരളം ആവർത്തിച്ചു കേട്ട നാളുകളായിരുന്നു. പിന്നീട് ജീവൻ പോലും പണയപ്പെടുത്തിയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. PK കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക CPM നേതാക്കളും തൊട്ടുപിന്നാലെ അറസ്റ്റിലായി. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആവർത്തിച്ചിരുന്നു. PK കുഞ്ഞനന്ദൻ അറസ്റ്റിലായത് CPM ഔദ്യോഗിക നേതൃത്വത്തിനും കനത്ത തിരിച്ചടിയായി. ഔദ്യോഗിക നേതൃത്വത്തിലേക്ക് അന്വേഷണം നീളുമെന്ന് CPM തന്നെ ഉറപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ഉമ്മൻചാണ്ടിയെ പിടിച്ചുകുലുക്കിയ സോളാർ വിവാദം കത്തിപ്പടരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണ നാളുകളായിരുന്നു പിന്നീട്. വീണ് കിട്ടിയ ആയുധം ഉപയോഗിച്ച് തിരിച്ചടിച്ച CPM ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അവസരം നോക്കിയിരുന്ന കോൺഗ്രസിലെ I ഗ്രൂപ്പും ഉമ്മൻചാണ്ടിക്ക് പിന്തുണ നൽകിയില്ല. ഒടുവിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒറ്റ ഒത്തുതീർപ്പ് കൊണ്ട് സോളാർ CPM തന്നെ ആവിയാക്കി. ഇതിനൊപ്പം TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ തുടർ അന്വേഷണങ്ങളും നിലച്ചു. പ്രാദേശിക നേതാക്കളിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങി. കോടതി ഇടപെട്ടതോടെയാണ് മറ്റ് നടപടിക്രമങ്ങൾ പോലും പിന്നീട് ഉണ്ടായത്. CPM സംസ്ഥാന നേതാക്കളിലേക്ക് അന്വേഷണം നീളുമെന്ന് പറഞ്ഞ കോൺഗ്രസ് തന്നെ പിന്നീട് മൗനം പാലിച്ചു. വീണ്ടും ഒത്തുതീർപ്പ് ചർച്ചകൾ സജീവമാകുമ്പോൾ TPയുടെ രക്തമാണോ ഇതിനുപയോഗിച്ചതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. R. രാജീവ്, ജനം.